കേരളത്തിൽ നിന്നും വാരണാസിയിലേക്ക് പോകുന്ന എറണാകുളം പട്ന സൂപ്പർഫാസ്റ്റിന്റെ രണ്ടാമത്തെ പാർട്ടാണിത്. ഞങ്ങളിപ്പോൾ മഹാരാഷ്ട്രയിലെത്തി. നാഗ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇതാ നമ്മുടെ ട്രെയിൻ വന്ന് കിടക്കുകയാണ്. ഇവിടെ രാവിലെ 6:50 ട്രെയിൻ എത്തേണ്ടത്. ഇപ്പോൾ ഒരു 45 മിനിറ്റോളം ട്രെയിൻ ഡിലേ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. സമയം രാവിലെ ഒരു 7:35 നാഗ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ 2ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. ഈ റെയിൽവേ സ്റ്റേഷനിൽ കാണുന്ന ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പാലത്തിന്റെയാണ്. നല്ല രസമില്ല ഇത് കാണാൻ. ഇതാണ് 1ാം നമ്പർ പ്ലാറ്റ്ഫോം. 7:40 സമയം. ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്യുന്ന കോച്ച് ഇതാണ്. 3rd AC B6. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നാണ് ഈ ഒരു നാഗ്പൂർ. ഇവിടെയാണ് ഫുഡ് കോർട്ടൊക്കെ ഉള്ളത്. അങ്ങനെ 5 മിനിറ്റത്തെ സ്റ്റോപ്പിന് ശേഷം നാഗ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇതാ നമ്മുടെ വണ്ടി എടുത്തിരിക്കുകയാണ്. ഇവിടുന്ന് അധികം ആൾക്കാരൊന്നും നമ്മുടെ കോച്ചിൽ കയറേണ്ടതില്ല. കാരണം എന്താ അറിയോ, നമ്മുടെ കോച്ചിലുള്ള ആൾക്കാർ മുഴുവനും വാരണാസി ടിക്കറ്റ് തന്നെയാണ്. എറണാകുളത്ത് തന്നെ എല്ലാവരും കയറി. ഇനി അടുത്ത സ്റ്റോപ്പുള്ളത് ബെറ്റൂൾ എന്ന് പറഞ്ഞിട്ടൊരു റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അവിടെ എത്തണമെങ്കിൽ 191 കിലോമീറ്റർ ഉണ്ട്. കുറേ ടൈം എടുക്കും. ആ പറഞ്ഞ പാലത്തിന്റെ ഒരു കാഴ്ച കണ്ടത്. നാഗ്പൂർ റെയിൽവേ സ്റ്റേഷനോട് വിടാം. വീണ്ടും വരാം. ഇനി 191 കിലോമീറ്റർ ഉണ്ട് പറഞ്ഞില്ലേ. അതിനിടയിൽ എന്തായാലും സിഗ്നലൊക്കെ ഉണ്ടാവും. ഒരുപാട് സ്ഥലത്ത് നിർത്തും എന്തായാലും. നാഗ്പൂരിലെ ഡയമണ്ട് ക്രോസിംഗ് ഉള്ളത് ഇങ്ങി കാണുന്ന ഈ ഒരു ഭാഗത്താണ്. നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് പോകുന്നില്ല. നമ്മൾ നേരെ ഇവിടേക്ക്. ഒരു ലോക്ക് വരുന്നുണ്ടല്ലോ. ഇത് ഗുഡ്സ് ട്രെയിൻ വാഗ് 9. നമ്മളെ കോച്ചിലേക്ക് ഇനി നമുക്ക് പോവാം. നമ്മുടെ ബെർത്ത് ഉള്ളത് 35-38. ഈ ഒരു 2 അപ്പുറത്താണ്. രാവിലെ പല്ലൊക്കെ തേച്ച് ഭക്ഷണം കഴിക്കാം. ഇവിടുത്തെ വൃത്തി പറയുമ്പം കുഴപ്പമൊന്നുമില്ല. ഇതിലത്തെ 3ാമത്തെ ദിവസമാണല്ലോ ട്രെയിനിലത്തെ. ഇനിയിപ്പോൾ നാളെ രാവിലത്തെ വൃത്തി കൂടെ നമുക്ക് നോക്കാം. വാരണാസി എത്തിയ ശേഷം കൂടെ എങ്ങനെയാണെന്ന് നോക്കണ്ടേ. ഇതിന്റെ പാൻട്രി പോയി രാവിലെ കഴിക്കേണ്ട ഭക്ഷണം വാങ്ങിച്ചിരിക്കുകയാണ്. ഇത് പോവാ, ഇത് ഉപ്മാവ്. അതായത് അവലും ഉപ്മാവുമാണ് രാവിലെ കഴിക്കുന്നത്. ഇതിന് ഒരെണ്ണത്തിന് 40 രൂപയാണ്. ഇതിനും 40 തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല പാക്കിംഗ് ഒക്കെ തന്നെയാണ്. ഇതാണ് അവൽ. കടലേക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇത് കുറച്ചൊരു എരിവുണ്ടാവും ഈ ഒരു അവലിന്. അതുപോലെ തന്നെ ഉപ്മയിലേക്ക് വരുവാണെങ്കിൽ ഇങ്ങനെയാണ് ഉപ്മാവും വരുന്നത്. ട്രെയിൻ ഇപ്പം 100 km/h സ്പീഡിലാണ് പോകുന്നത്. സ്പീഡ് കൂടി വരുന്നുണ്ട്. അടുത്ത സ്റ്റേഷനിലേക്ക് ഇനി ഒരു 50 കിലോമീറ്റർ കൂടി ഉണ്ട്. ഒരു സ്റ്റേഷനാ 110. ഇത് ലോക്ക് തന്നെയാണ്. ഇത് അംല ജംഗ്ഷൻ. ഇവിടെ ട്രെയിൻ സ്റ്റോപ്പില്ല. ഈ ഒരു ട്രാക്ക് വഴി ഇപ്പൊ ഒരു ട്രെയിൻ വരും. വന്ന് ഇതിന് ഇവിടെ സ്റ്റോപ്പില്ലാന്ന് തോന്നുന്നു. മധ്യപ്രദേശിലെ ഈ ട്രെയിനിന്റെ ആദ്യത്തെ സ്റ്റോപ്പ് ബെത്തൂൾ. സമയം ഇപ്പം 10:37. ബെത്തൂൾ റെയിൽവേ സ്റ്റേഷന്റെ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ വണ്ടി വന്നത്. ഇവിടെ 2 മിനിറ്റാണ് സ്റ്റോപ്പ്. കേരളത്തിൽ നിന്ന് വാരണാസിയിലേക്കുള്ള ഒരേ ഒരു ട്രെയിനാണിത്. എറണാകുളം പട്ന സൂപ്പർഫാസ്റ്റ്. ഇതിന്റെ ട്രെയിൻ നമ്പർ വരുന്നത് 22,669. തിരിച്ചു വരുമ്പം 22,670. ഇത് എല്ലാ ശനിയാഴ്ചയും രാത്രി 11:55 എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുക. നിങ്ങൾ വരുമ്പോൾ ഇതിന്റെ AC തന്നെ പരമാവധി എടുക്കാൻ നോക്കുക. സ്ലീപ്പർ അവോയ്ഡ് ചെയ്യുക. കാരണം നല്ല റഷാണ് ഈ വണ്ടിക്ക്. ഈ 3rd AC 2nd AC എടുക്കുക.
പാലം കാണാൻ നല്ല രസമില്ലേ? നല്ല പച്ചപ്പും കൂടെ വേണം, കാരണം ഇപ്പോൾ ഇവിടെ മഴയൊന്നും ഇല്ലല്ലോ. ഇവിടേക്ക് ഇങ്ങനെ വെന്തുരുക, അത്രയും ചൂടാണ്. ട്രെയിൻ നല്ല സ്ലോ ആയി. ട്രെയിൻ കൂടെ വരണമായിരുന്നു. ഒരു ടണൽ വരുന്നുണ്ട്. ഒരുപാട് ടണലുണ്ട് ഈ റൂട്ടിൽ. മിക്കവാറും ടണലിൻ്റെ അകത്ത് നിർത്തുമോ? അതിലൂടെ ഒരു ട്രെയിൻ പോകുന്നുണ്ട്. ഗുഡ്സ. ഗോഡ-ഡോംഗിരി റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 11:20. ഇവിടെ 2 മിനിറ്റ് ഉണ്ട് സ്റ്റോപ്പ്. ഈ നമ്മുടെ പട്ന സൂപ്പർഫാസ്റ്റിൻ്റെ കോച്ചുകളുടെ എണ്ണം പറയാം. ഇതിന് 3 അൺറിസർവ്ഡ് കോച്ചാണ് ഉള്ളത്. സ്ലീപ്പറിലേക്ക് വരുമ്പം 7 എണ്ണം ഉണ്ട്. തേർഡ് AC 6 എണ്ണം, 2 സെക്കൻഡ് AC. അങ്ങനെയാണ് ഇതിൻ്റെ കോച്ചുകളുടെ എണ്ണം വരുന്നത്. ഇവിടെ ഇത് B5-ൻ്റെ ഇവിടെ എറണാകുളം പട്ന. നല്ല അടിപൊളി വണ്ടിയാണ് കേട്ടോ. ട്രെയിൻ ഇപ്പോൾ ഇത്താർസി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ട്രാക്കില്ലേ, ഇത് നേരെ പോകുന്നത് ഭുസവാൽ, അതായത് നമ്മുടെ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് ഇല്ലേ, അതൊക്കെ പോകുന്ന റൂട്ട്. ദേ ഇവിടെ ഒരു പശു. റെയിൽവേ സ്റ്റേഷൻ എത്തി. അങ്ങ് കാണാം. ഒരു വൃത്തിയില്ല ഈ ഭാഗത്ത്. നോക്കിയേ, എൻ്റെ പൊന്നോ. അത് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഈ സമയത്ത് നല്ല മഴയാണ്. ഇവിടെ ആണെങ്കിലോ ഇവിടുത്തെ ചൂട് ഒരു രക്ഷയില്ല. അയ്യോ, അതെടുത്ത് പറയേണ്ട തന്നെയാണ്. ഇവിടെ മുഴുവൻ ലോറികളാണല്ലോ. സമയം 12:06. ഇത്താർസി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുക. ഇവിടെ എല്ലാ പ്ലാറ്റ്ഫോം വരുന്നത്. ഇത് ഹൈദരാബാദ് ദക്ഷിണ എക്സ്പ്രസ്സാ, ഹസ്രത്ത് നിസാമുദ്ദീൻ. അതവിടെ നിന്ന് എടുത്ത് ഇത്താർസി എന്നുള്ളൊരു നെയിം ബോർഡ് ഇതാ ഇവിടെ. ഡീസൽ ലോക്കോമോട്ടീവ് WM3D. ഇറ്റാർസി റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിൻ വന്നത് 6-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്. ഇനി നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന ട്രെയിനെ പറ്റി പറയാം. ഞങ്ങൾ ഇതിൽ തേർഡ് AC ബുക്ക് ചെയ്തത് 3.5 മാസം മുന്നെയാണ്. അതായത് വാരണാസിയിലേക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് ആകെ ഡയറക്റ്റ് ഈ ഒരു ട്രെയിൻ മാത്രമേ ഉള്ളൂ, എറണാകുളം പട്ന സൂപ്പർഫാസ്റ്റ്. ഇത് എറണാകുളത്ത് നിന്ന് എല്ലാ ശനിയാഴ്ചയും രാത്രി 11:55 പുറപ്പെടുന്നത്. ഇത് പോകുന്ന റൂട്ട് പറഞ്ഞാൽ നാഗ്പൂർ, നമ്മുടെ ജബൽപൂർ, അതുപോലെ തന്നെ പ്രയാഗ്രാജ്, നമ്മുടെ അലഹബാദും പോകുന്നുണ്ട്. അവിടത്തേക്കും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു മെയിൻ വണ്ടി കൂടിയാണ്. എന്നിട്ട് ഇത് ചൊവ്വാഴ്ച വെളുപ്പിന് 1:45 ഇത് വാരണാസി എത്തുന്നത്. ഒരു അസമയത്താണ് അവിടെ എത്തുന്നതെങ്കിലും വണ്ടി ഓൺ ടൈം ആണ് കേട്ടോ. വണ്ടി ഓൺ ടൈം ആണ്. ആ സമയം പറഞ്ഞാൽ പക്കയാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം സ്ലീപ്പർ ഒഴിവാക്കിയിട്ട് AC എടുക്കാൻ പ്രിഫർ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം 1ാമത്തെ പാർട്ടിൽ സ്ലീപ്പറിൻ്റെ ഒക്കെ കാഴ്ച കണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ബീഹാറിലേക്ക് പോകുന്ന ഒരുപാട് തൊഴിലാളികൾക്ക് പോകുന്നുണ്ട്. വെയിറ്റേഴ്സ് ടിക്കറ്റും ജനറൽ ടിക്കറ്റൊക്കെ എടുത്തിട്ട് സ്ലീപ്പർ കയറുന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ AC പ്രിഫർ ചെയ്യുക. ജനറലാണെങ്കിൽ നിങ്ങൾ എറണാകുളത്ത് നിന്ന് വാരണാസി വരുന്നുണ്ടെങ്കിൽ പറയണല്ല കാര്യം, ഒരു 500-600 രൂപ ഇത്രയും വരും. അതുപോലെ തന്നെ സ്ലീപ്പറിനാണെങ്കിൽ 940 രൂപ. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന തേർഡ് AC ആണെങ്കിൽ 2420 രൂപയാണ് വരുന്നത്. സെക്കൻഡ് AC ഇതിനെക്കാട്ടും കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും. അതിന് 3535 രൂപയാണ് വരുന്നത്.
പിന്നെ ഈ ട്രെയിൻ കൂടാതെ തന്നെ നിങ്ങൾക്ക് കണക്ഷൻ ആക്കി പോകാൻ ഒരുപാട് റൂട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ വന്നിട്ട് വന്ദേ ഭാരതിന് വാരണാസിക്ക് പോകുന്നവരുണ്ട്. അതിന് പറഞ്ഞാൽ നമ്മുടെ സൗത്ത് ഇന്ത്യ വെച്ച് പറയുകയാണെങ്കിൽ ഈ ട്രെയിൻ ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാകാൻ, അത് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് മൈസൂരിൽ നിന്ന് വാരണാസിയിലേക്ക് ഒരു ട്രെയിൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മണ്ഡപം രാമേശ്വരത്ത് നിന്ന് ബനാറസിലേക്ക് ഒരു ട്രെയിൻ ഉണ്ട്. അതുപോലെ തന്നെ കന്യാകുമാരിയിൽ നിന്ന് ബനാറസിലേക്ക് ഒരു ട്രെയിൻ ഉണ്ട്. കന്യാകുമാരി എന്നുള്ള വണ്ടിയുടെ പേര് പറഞ്ഞാൽ നമ്മുടെ കാശി തമിഴ് സംഗം എക്സ്പ്രസ് ആണ്. അത് ബനാറസും വാരണാസിയും വലിയ വ്യത്യാസമൊന്നുമില്ല, അടുത്തടുത്ത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ MGR ചെന്നൈ സെൻറ്റർ എന്ന് ബീഹാറിലെ ചപ്രയിലേക്ക് പോകുന്നൊരു ഗംഗാ കാവേരി എന്ന് പറഞ്ഞ എക്സ്പ്രസ് ഉണ്ട്. അതിന് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബനാറസിൽ ഇറങ്ങാം, വാരണാസിയിൽ ഇറങ്ങാം. രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ട്രെയിനുകളാണ് നിങ്ങൾക്ക് വാരണാസിയിലേക്ക് വരാൻ പറ്റിയ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്. ഇവിടെ 6-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇതേ നമ്മുടെ പഴയ നമ്മുടെ എല്ലാവരുടെയും വികാരമായിട്ടുള്ള ഒരു ICF കോച്ച് ഇതാ. ഇത് ദാനാപൂരിൽ നിന്ന് SMVT ബംഗളൂരിലോട്ട് പോകുന്നൊരു ട്രെയിനാണ്. ഇവിടെ ഉത്കൃഷ്ട കോച്ച്. നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു കളർ ഇതല്ലേ. നിങ്ങളൊക്കെ പറയണം കേട്ടോ, ഇത് എത്ര പേർക്ക് ഇഷ്ടമാണ് ഈ ഒരു പഴയ നമ്മുടെ ഈ ഒരു ICF കോച്ച്. ഇതിൻ്റെ B3 2013 നിർമ്മിച്ച കോച്ചാണിത്. നമ്മുടെ ട്രെയിൻ ഇവിടുന്ന് പുറപ്പെടാനായിട്ടില്ല, ഇനിയും സമയമുണ്ടത്രേ. നമുക്കൊരു കാര്യം ചെയ്യാം, ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് പഴം വാങ്ങിക്കാം. 20 രൂപയ്ക്ക് വാങ്ങിച്ചു തന്നാൽ മതി. 20 മതി. ഒരു 4-5 ഉണ്ടാവും അല്ലേ? ഇത്രയുണ്ടോ? അത്രയൊന്നും വേണ്ട. അത് മതി, ഇതന്നെ ധാരാളം. കയറിക്കോ. ഇതല്ല, അതും എടുത്തോ. എടാ ഇതല്ല കോച്ച്, ഇതല്ല, ഇത് B4 ഇങ്ങോട്ടാ. വെസ്റ്റ് സെൻട്രൽ റെയിൽവേന്റെ കീഴിലുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഇത്. ഇവിടെ കണ്ട നേരത്തെ നമ്മൾ കാണിച്ച ആ ഒരു ബ്ലൂ ICF കോച്ച്, ഇതിൻ്റെ സ്ലീപ്പർ ക്ലാസ്. അതുപോലെ തന്നെ ഇവിടെ റൈസൊക്കെ പുറത്ത് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അത് വാങ്ങിക്കാൻ ആളുണ്ട്, അത് വേറെ കാര്യം. ഇതിൻ്റെ അൺറിസർവ്ഡ്, ഒന്ന് കാല് കുത്താനുള്ള സ്ഥലമില്ല, അത്രയും റഷാണ്. അതിൻ്റെ ലാസ്റ്റ് ഉള്ളത് ഉത്കൃഷ്ട കോച്ചാണ്. സമയം 12:32. ഇവിടെ ഹിറ്റാർസി നമ്മുടെ വണ്ടി എടുത്തിരിക്കുകയാണ്. ഇത് പ്രയാഗ്രാജ് SMVT ബംഗളൂരു എക്സ്പ്രസ് ആണ്. ഇനി ജബൽപൂരിലേക്ക് 244 കിലോമീറ്റർ ഉണ്ട്. 3:20 ആകുമ്പോൾ എത്തും. ഇതിൽ മാക്സിമം കയറ്റാൻ പറ്റുന്ന ടൺ എന്ന് പറഞ്ഞത് 3.9. അത്രയും കയറ്റായില്ല. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ജബൽപൂർ ലൈനിലോട്ട് കയറും. ഈ ട്രാക്ക് നേരെ പോകുന്നത് ഡൽഹി സൈഡ്. ഇതിന് നേരെ ഭോപ്പാൽ, ഝാൻസി, ആഗ്ര അങ്ങനെ നേരെ പോകുന്ന റൂട്ട്. അവിടെ ഒരു ട്രെയിൻ വെയിറ്റിങ്ങിലാണ്. ഇപ്പോൾ ഇവിടെ സ്ലോട്ട് ഉണ്ടാവില്ല. അതിന് അവിടെ നിന്ന് സിഗ്നൽ കിട്ടി. അത് അവിടെ കിടക്കണ്ടതാ. നമ്മുടെ മംഗളയും കേരളയും ഹിംസാഗറും എല്ലാം പോകുന്നത് ഇതുവഴിയാണ്. വാരണാസിയിലേക്ക് പോകുന്ന വണ്ടിയാണ്. ഇതിൻ്റെ പാൻട്രിയിൽ വെജ് ഇല്ല, നോൺ വെജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ എഗ് ബിരിയാണിയാണ് വാങ്ങിച്ചത്. ആ വെജ് ബിരിയാണി ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ വിചാരിച്ചു, കിട്ടിയില്ല. അപ്പോൾ ഇതിനിപ്പോൾ ഉച്ചയ്ക്ക് ഇത് കഴിക്കാം. ഇതിന് ഒരെണ്ണത്തിന് 100 രൂപയാണ് ആയത്. മധ്യപ്രദേശിലെ കൃഷിപ്പാടങ്ങൾ, ഇവിടെയൊക്കെ വെള്ളം പമ്പ് ചെയ്യുന്നുണ്ടതാ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം സ്ലീപ്പറിൽ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, വേർത്ത് കുളിക്കും. അയ്യോ, ചൂട് ഹെവിയാണ് ഇവിടെ. km/h സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. ഇപ്പോഴാണ് സ്പീഡ് കുറഞ്ഞത്. നേരത്തെയൊക്കെ 110 തന്നെയായിരുന്നു പോയത്. സമയം 3:36. ജബൽപൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് തന്നെ പ്ലാറ്റ്ഫോം ഉള്ളത്.
ജബൽപൂർ. തിരക്കുണ്ട്. ഇവിടെ ട്രെയിനിന്റെ അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ട് ഇവിടെ, പക്ഷെ വലിയ ശബ്ദമില്ല. മധ്യപ്രദേശിലെ മൂന്നാമത്തെ വലിയ നഗരമായ ജബൽപൂർ, ഇവിടെ 6-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ പട്ന എക്സ്പ്രസ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വെസ്റ്റ് സെൻട്രൽ റെയിൽവേന്റെ ആസ്ഥാനം കൂടിയാണ് ഈ ജബൽപൂർ. ജബൽപൂരിലേക്ക് നമ്മുടെ കേരളത്തിൽ ആകെ 2 ട്രെയിനുകളാണുള്ളത്. ഒന്നിപ്പോൾ നമ്മൾ വരുന്ന എറണാകുളം പട്ന സൂപ്പർ ഫാസ്റ്റ്, മറ്റൊന്ന് പറഞ്ഞാൽ കോയമ്പത്തൂരിന്ന് ജബൽപൂരിലേക്ക് തന്നെ ഒരു സ്പെഷ്യൽ വണ്ടി ഉണ്ട്, കൊങ്ങം വഴി വരുന്നത്. അപ്പോൾ ആ 2 വണ്ടികളാണ് കേരളത്തിൽ നല്ല വണ്ടികൾ. പുറത്തേക്കൊക്കെ ഇറങ്ങി പോകേണ്ട ഒരു വഴി ഇതാണ്. വലിയ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ജബൽപൂർ. ആ ഒരു ഭാഗമാണ് AC മൊത്തം ഉള്ളത്. നമുക്കിനിയിപ്പോൾ നമ്മുടെ സ്ലീപ്പർ കോച്ചിൻ്റെ ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാം, കാരണം അവിടുത്തെ തിരക്കൊക്കെ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം. പട്ന സൂപ്പർഫാസ്റ്റിൻ്റെ സ്ലീപ്പർ ക്ലാസ്സിൻ്റെ ഈ ഒരു ഭാഗത്തെത്തിരിക്കുകയാണ്. എൻ്റെ പൊന്നോ, എന്തൊരു തിരക്ക്. നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്തേക്കൊന്ന് കയറാൻ പറ്റുമോ നോക്കിയിട്ട് വന്നാലോ? കയറാൻ പറ്റുമോ? ഇതിൻ്റെ അകത്തേക്ക് ലോക്കല്ല. എൻ്റെ അമ്മോ, എന്തൊരു തിരക്കാ നോക്കിയേ. ലോക്കായി. ഇതിൻ്റെ അകത്തേക്ക് ഇവിടെ നിലത്തല്ല ആൾക്കാരിരിക്കുന്നുണ്ട്, അതുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ പൊന്നെ, ഒരു ബർത്തിൽ എത്ര ആൾക്കാർ. ഇതാണ് സ്ലീപ്പർ ക്ലാസ്. ഇതിൽ വന്നതിൻ്റെ ബുദ്ധിമുട്ട് ഇതാണ് വരണ്ട പറയുന്നത്. നിങ്ങൾ AC തന്നെ എടുത്ത് വരിക. ഇതിലൂടെ നമുക്ക് എന്തൊരു സ്മെല്ലാന്നറിയാം. എൻ്റെ പൊന്നു, ദുരിതമാണ്. ഇതിൽ കൂടെ നേരെ അപ്പുറത്തേക്ക് പുറത്തേക്ക് തന്നെ ഇറങ്ങണം. സ്ലീപ്പറൊക്കെ ഇങ്ങനെയാണ്. നിങ്ങൾ കണ്ടല്ലോ പട്ന സൂപ്പർഫാസ്റ്റിന്റെ സ്ലീപ്പർ ക്ലാസ്സിന്റെ അവസ്ഥ. അതാണ് ഞങ്ങൾ പറഞ്ഞത്, നിങ്ങൾ വാരണാസിയിലേക്ക് പോകുമ്പോൾ സ്ലീപ്പർ പരമാവധി ഒഴിവാക്കുക, AC എടുക്കുക. 1-ാമത്തെ പാർട്ടിലും അതുപോലെ തന്നെ 2-ാമത്തെ പാർട്ടിലും സ്ലീപ്പർ ക്ലാസ് കാണിക്കാൻ കാരണം നമ്മൾ ഒരുപാട് മലയാളികൾ ബഡ്ജറ്റ് ആയിട്ടൊക്കെ വാരണാസി പോകുന്നുണ്ട്. പൈസ കുറവാണല്ലോ, 940 രൂപയുള്ളൂ. പക്ഷെ പൈസ നോക്കിയിട്ട് നിങ്ങളത് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. രാത്രി കിടന്നുറങ്ങാൻ ചില സമയത്ത് ഈ പറഞ്ഞ നമ്മൾ ബെർത്ത് തന്നെ കിട്ടണമെന്നില്ല. ഒരുപാട് ആൾക്കാർ ജനറൽ ടിക്കറ്റ് എടുത്ത് കയറുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ വെയിറ്റ് ലിസ്റ്റ് ടിക്കറ്റ് എടുത്തിട്ട് കയറുന്നുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ AC തന്നെയാണ് കൂടുതൽ കംഫർട്ടബിൾ. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, അങ്ങനെ യാത്രയിൽ നിങ്ങൾ ട്രെയിൻ യാത്ര തന്നെ മടുത്തു പോകും സത്യം. 3:51 ജബൽപൂർ റെയിൽവേ സ്റ്റേഷന്റെ 6-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇതാ നമ്മുടെ പട്ന സൂപ്പർ ഫാസ്റ്റ് എടുത്തിരിക്കുകയാണ്. ഇത് 5-ാം നമ്പർ പ്ലാറ്റ്ഫോം. ചെറിയൊരു വളവുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ. ഇപ്പൊ തന്നെ ഇവിടെ ഒരു ട്രെയിൻ വരാനുണ്ട്. മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസിൽ നിന്ന് വാരണാസിയിലേക്ക് പോകുന്ന മഹാനഗരി എക്സ്പ്രസ്. അതിവിടെ 3:50 എത്തും. അതും വാരണാസിയിലേക്ക് ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ പോകാനുള്ള 2 വണ്ടി ഒരേ സമയത്ത് തന്നെ ഉണ്ട്. ജബൽപൂരിനോട് വിട. ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമൊക്കെ ഉള്ളത് അങ്ങ് ആ ഒരു ഭാഗത്താണ്. ട്രെയിൻ ഇപ്പൊ കട്ടണി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. സമയം കറക്റ്റ് 5:17. ഈ നമ്മുടെ ട്രെയിനിന്റെ കാര്യം പറയുമ്പോഴല്ലോ, അനൗൺസ്മെന്റ് ഇവിടെ തന്നെ. ഈ ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് ആൾക്കാർ 3rd ACന്റെ ഡോറിന്റെ അവിടത്തേക്കൊക്കെ വരുന്നുണ്ട്. നമ്മുടെ സ്ലീപ്പറിൽ കണ്ട പോലെ തന്നെയാണ്, പക്ഷെ അകത്തേക്ക് വലിയ റഷ് ഒന്നുമില്ല. അതിനകത്തേക്ക് കയറുന്നില്ലെങ്കിൽ ആ ഡോറിന്റെ ഭാഗത്ത് മൊത്തം നിൽക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് വാരണാസി വരെ വണ്ടിയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ട് തോന്നില്ല. ഇത് ബീഹാറിലൊക്കെ പോകുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഭയങ്കര തിരക്ക്. 5 മിനിറ്റത്തെ ഹോൾഡിന് ശേഷം കട്നി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. കട്നി ജംഗ്ഷൻ. ഇങ്ങനെ വേറൊരു ട്രെയിൻ വരുന്നുണ്ട്.
വാഗ് 9 ആണ് ലോക്കോമോട്ടീവ്. ബീഹാറിലെ ദാനാപൂരിൽ നിന്നും മുംബൈയിലെ ലോകമാന്യ തിലകിലേക്ക് പോകുന്ന ട്രെയിനായത്. ഈ ദാനാപൂരിന് ഒരുപാട് ട്രെയിനുകളുണ്ട്. മുംബൈയിലേക്കുണ്ട്, അതുപോലെ തന്നെ ബാംഗ്ലൂരിലേക്കും. ഇതിൻ്റെ അൺറിസർവ്ഡ് കോച്ചിൻ്റെ തിരക്ക് നോക്കിക്കോ. ഇതിന് ഫസ്റ്റ് AC ഉണ്ട്, H1. നല്ല തിരക്കുണ്ട്. ഏത് കൊച്ചി? ഇത് വേറെ ഏതോ? ഓ, ഇത് ഹോളി സ്പെഷ്യലാ. ഈ ഒരു ഭാഗത്ത് താമസിക്കുന്ന ആൾക്കാരുടെ വീടുകളാണേ. എങ്ങനെയല്ലേ, മൊത്തം വേസ്റ്റ് അല്ലേ ഇത്. മഴ കൂടെ വന്നാൽ പകർച്ചവ്യാധികൾ ധാരാളമായിട്ടുണ്ടാവും. ഉണ്ടോ? സമയം ഇപ്പൊ 6:30 കഴിഞ്ഞേ. സൂര്യാസ്തമയായി. അങ്ങ് അവിടെ മുന്നിലിതാ സൂര്യനെ കാണാം. ട്രെയിൻ അത്യാവശ്യത്തിന് നല്ല സ്പീഡിൽ തന്നെ പോവാ. ഇത് മുഴുവനും കൃഷിപ്പാടാ. അങ്ങ് അവിടെയൊക്കെ നെൽകൃഷിയാ. ഇവിടെയല്ല, ഇവിടെ വേറെ എന്തോ. ട്രെയിനിന്റെ സ്പീഡ് 90. ഇപ്പൊ കുറഞ്ഞു വരിക. അടുത്ത സ്റ്റേഷനിൽ എത്താനൊന്നായിട്ടില്ല, എന്നാലും സ്പീഡ് നല്ല രീതിയിൽ കുറയുക. എത്ര പെട്ടെന്നാ സ്പീഡ് കുറയുന്നല്ലേ ഇത്. 60, 57, 55 കുറഞ്ഞു വരിക. സ്പീഡ് കൂടുന്നത് മാത്രം എടുത്താൽ പോരല്ലോ, കുറയുന്നതും കൂടി എടുക്കണ്ടേ. സമയം ഇപ്പം 6:45. സത്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ വണ്ടി എത്തിക്കൊണ്ടിരിക്കുക. ഇവിടെ എന്തോ പരിപാടി ഉണ്ട്. നല്ല പാർക്കൊക്കെ ആക്കിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ ഇതാ എത്തിക്കൊണ്ടിരിക്കുക. ഇവിടുത്തെ ഒരു ജനശതാബ്ദിയോ അല്ല, ജനശതാബ്ദി അല്ല, ഫസ്റ്റ് AC തന്നെയുണ്ട്. ലോങ് ഓടുന്ന വണ്ടി തന്നെയാ. സത്നയിൽ നമ്മുടെ ട്രെയിന് 5 മിനിറ്റ് ഉണ്ട് സ്റ്റോപ്പ്. ഇവിടെ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ വണ്ടി വന്നത്. ആൾക്കാരൊക്കെ ഓടി അൺറിസർവ്ഡ് ഭാഗത്തേക്ക് പോകുന്നുണ്ട്. മധ്യപ്രദേശിലെ ഈ ട്രെയിനിന്റെ അവസാന സ്റ്റോപ്പാണിത്. അടുത്തത് ഉത്തർപ്രദേശാണ്, പ്രയാഗ്രാജ്. കുറെ പോകാൻ ഇപ്പോഴൊന്നും 10 മണിയായും. ഇന്ന് രാത്രി നമ്മൾ ഈ പാൻട്രിലത്തെ ഫുഡ് കഴിക്കാൻ തന്നെ വിചാരിച്ചു. വെജ് താലി കഴിക്കാം. വെജ് ബിരിയാണി വേണ്ട അല്ലേ? ബിരിയാണി ഉച്ചക്ക് കഴിച്ചല്ലോ. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, നമ്മുടെ ഈ ട്രെയിനിൽ കൂടുതലും നോൺ വെജ് ഫുഡൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം എഗ് ബിരിയാണി, വെജ് ബിരിയാണി ഉച്ചക്ക് കിട്ടിയില്ല. എഗ് ബിരിയാണി, ചിക്കൻ ബിരിയാണി മാത്രമേ ഉണ്ടായില്ല. അതുപോലെ തന്നെ വാരണാസിയിലൊക്കെ മലയാളികളാണ് ഭൂരിഭാഗം ഉള്ളത്. എല്ലാവരും പറഞ്ഞാൽ നോൺ വെജ് ഒക്കെയാണ് കഴിക്കുന്നത്. അതായത് പ്രായമായവരടക്കം ചിക്കൻ ബിരിയാണിയും എല്ലാവരും ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ട്. അവരെല്ലാം ചിക്കൻ ഫ്രൈ, അതുപോലെ തന്നെ ചില്ലി ചിക്കൻ, അങ്ങനത്തെ സാധനങ്ങളാണ് വാങ്ങിച്ച് കഴിക്കുന്നത്. അതെ, അപ്പം നമുക്ക് യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഫുഡ് നമുക്ക് കഴിച്ചേ പറ്റൂ, വേറൊന്നുമില്ല. പിന്നെ നെഗറ്റീവ് കമന്റുകളൊക്കെ ആക്കി കുറെ ആൾക്കാർ വരും. ഈ തീർത്ഥാടന സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങൾ നോൺ വെജ് എന്നൊക്കെ പറഞ്ഞു. യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് അവർക്ക് അറിയാഞ്ഞിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ അതൊക്കെ പെട്ടെ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് പാൻട്രിലത്തെ ഫുഡ് കഴിക്കാം. ഇവിടെ റെയിൽവേ സ്റ്റേഷനിലെ ഫുഡ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് വിചാരിച്ച പോലെ നല്ല ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് IRCTC ആപ്പ് വഴി ബുക്ക് ചെയ്ത് കഴിക്കുന്നതായിരിക്കും നല്ലത്. തീർച്ചയായും. അടുത്ത സ്റ്റോപ്പ് ഇനിയിപ്പോൾ ഉത്തർപ്രദേശിലാണ്, പ്രയാഗ്രാജ്. 177 കിലോമീറ്റർ പോകാനുണ്ട്. രാത്രികളിലുള്ള ഭക്ഷണം വാങ്ങിച്ചിരിക്കുകയാണ് ഞങ്ങൾ. വെജ് താലിയാണ് വാങ്ങിച്ചത്. കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതേ നവീൻ്റെ അവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്തുള്ളത് നമുക്ക് എന്താണെന്ന് നോക്കാം. ഇതിന് ഒരെണ്ണത്തിന് 110 രൂപയായത്. ഇതാണ് ഉള്ളത്. റൈസ് ഉണ്ട്, കുറച്ച് ദാലുണ്ട്, പരിപ്പറി ഉണ്ട്, ആലു മട്ടറാണിത്, ഒരു അച്ചാറുണ്ട്, ഒരു സ്പൂണുണ്ട്, 3 നമ്മുടെ റൊട്ടി ഉണ്ട്. പിന്നെ ഇതൊരു കറിയാണ് കേട്ടോ. ഇതും കൂടി ഉണ്ട്. അപ്പം ഇത്രയും ഇതാണ് നമ്മുടെ ഈ ഒരു വെജ് താലിയിലുള്ളത്.
ഈ റൈസിൻ്റെ കാര്യം പറയുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് റൈസ് ഇതിലുണ്ട്. നമുക്ക് സ്പൂണൊന്നും വേണ്ട, അതുപോലെ നല്ല രീതിയിൽ തന്നെ ഉണ്ട്. ചിലതിലൊന്നും ഒട്ടും റൈസ് ഉണ്ടാവില്ല, റൈസ് നല്ലോണം വേണം. പിന്നെ അതിന് ശേഷം ഈ ഒരു ചപ്പാത്തി. അപ്പോൾ ഇതാണ് ഇന്ന് രാത്രിക്കത്തെ ഭക്ഷണം. സമയം ഇപ്പോൾ 9:15. അടുത്തതാണ് അലഹബാദ്, അതായത് നമ്മുടെ പ്രയാഗ്രാജ്. നമ്മുടെ 3 നദികളൊക്കെ കൂടിച്ചേരുന്ന ത്രിവേണി സംഗമമൊക്കെ ഉള്ളത് അവിടെയാണ്. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല, കാരണം കുറച്ചെങ്കിലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കിടന്നുറങ്ങണമല്ലോ. നാളെ ഒരു 1:20 പുലർച്ചെ 1:20 1:30 ആകുമ്പം വാരണാസി എത്തും. പിന്നെ പ്രയാഗ്രാജ് എന്ന് നമ്മുടെ ട്രെയിനിൽ ലോക്കോ റിവേഴ്സൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ചെയ്തു പോകും. അപ്പോൾ ഇത്തവണ പ്രയാഗ്രാജ് ഷൂട്ട് ചെയ്യുന്നില്ല, കുറച്ച് നേരം കിടന്നുറങ്ങാം. ഒരു കൂടിപ്പോയാലും 3.5-4 മണിക്കൂറല്ലേ ഉണ്ടാവുള്ളൂ. ഇന്നുറങ്ങുവാണ്. നാളെ രാവിലെ ഇനിയിപ്പോൾ വാരണാസി ഒന്നെങ്കിലും എത്തിയ ശേഷമായിരിക്കും, അല്ലെങ്കിൽ എത്തുന്നതായിരിക്കും കാണുന്നത്. ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്. സമയം 12:55 പുലർച്ചെ. വാരണാസി റെയിൽവേ സ്റ്റേഷൻ എത്താനായി. കുറച്ച് ഉറങ്ങുള്ളൂ, അധികമൊന്നും ഉറങ്ങിയില്ല. അതിനിപ്പോൾ നമുക്ക് ആ ഒരു ഡോറിൻ്റെ അടുത്തോട്ട് പോകുക, അല്ലെങ്കിൽ ഫുൾ തിരക്കാവും, കാരണം ഒരുപാട് പേര് ഇറങ്ങാനുണ്ട്. വണ്ടി നേരത്തെയാണ് കേട്ടോ എത്തുന്നത്. ഇത് ബനാറസ് റെയിൽവേ സ്റ്റേഷനാണ്. ബനാറസ്, ഇവിടെ സ്റ്റോപ്പില്ല. ഏതൊക്കെയോ ട്രെയിൻ ഉണ്ട്. അതാണ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. ഇവിടുന്ന് വാരണാസിയിലേക്ക് 3 കിലോമീറ്റർ ഉണ്ട് പോവാൻ. ഇത് ബനാറസ് പട്ന എക്സ്പ്രസ്സാ. ഇതേതെന്നറിയാ? ജനശതാബ്ദി എക്സ്പ്രസ്സാ. രാവിലെ പട്നയിലേക്ക് പോകുന്ന ജനശതാബ്ദി എക്സ്പ്രസ്. പിന്നെ ആകെ ഒരു C1 മാത്രമേ ഉള്ളൂ ഇവിടെ ഇതിലുള്ളത്. ഇത് റിസർവേഷൻ D1. ബീഹാറിൻ്റെ ക്യാപിറ്റലാണ് പട്ന, അവിടേക്ക് പോകുന്ന വണ്ടി. കേരളത്തിലെ എറണാകുളത്ത് നിന്നും 2817 കിലോമീറ്റർ യാത്ര ചെയ്ത് ഉത്തർപ്രദേശിലെ വാരണാസിയിലേക്ക് നമ്മുടെ ട്രെയിൻ ഇതെത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പം 1:38 പുലർച്ചെ. ഇത് നേരത്തെ എത്തേണ്ടതാണ്, 1 മണിയാകുമ്പോൾ ഇത് ബനാറസിൽ വന്ന് കിടക്കുന്നുണ്ട്. ഇത് ടൈം ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഡെസ്റ്റിനേഷൻ വാരണാസി. ഇവിടെ ഇതാ തിരികെയാണ്. ഇതിന്റെ ടൈമിംഗ് ആണ്, പക്കാ ടൈമിംഗ് ആണ്. ഒന്നും കൂടെ ചവിട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നേരത്തെ എത്തിയാലേ. ഏത് പ്ലാറ്റ്ഫോമിലാണ് വരുന്നതെന്ന് അറിയില്ല. അതായത് ഈ സൈഡിലല്ല പ്ലാറ്റ്ഫോം ഉള്ളത്. എറണാകുളത്ത് നിന്ന് വാരണാസി വരെ ഓടി വന്നപ്പോൾ വണ്ടീൻ്റെ വൃത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളിയാണേ. ടോയ്ലറ്റൊന്നും പ്രശ്നമൊന്നുമില്ല, നല്ല വൃത്തി ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും ഇനിയിപ്പോൾ എത്താനായല്ല, അവരിപ്പോൾ ഇനിയിപ്പോൾ പട്ന എത്തിയ ശേഷം ഇതൊക്കെ ക്ലീൻ ആക്കുള്ളൂ. ബാക്കി അടിപൊളി സർവീസാണിത്. 1:44 വാരണാസി റെയിൽവേ സ്റ്റേഷൻ്റെ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ പട്ന സൂപ്പർഫാസ്റ്റ് വന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഈ ട്രെയിൻ പട്നയിലേക്ക് പോകും. 234 കിലോമീറ്റർ പോകാനുണ്ട്. രാവിലെ ഒരു 6:30 ആകുമ്പോൾ പട്നയിലെത്തും. അതുപോലെ തന്നെ ഈ വണ്ടി ഇന്ന് തന്നെ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് എറണാകുളത്തേക്ക് പോകുന്നുണ്ട്. ഇവിടുന്ന് രാത്രി 8:55 പട്നയിൽ ഒരു 4:00 ആകുമ്പോൾ വൈകുന്നേരം വിടും. ഇവിടുന്ന് 8:55 ഇന്ന് തന്നെ തിരിച്ചു പോകും. അതായത് ഇന്ന് തന്നെ ഈ ട്രെയിനിൽ ഇപ്പോൾ ഇവിടെ വന്നിറങ്ങിയിട്ട് നമ്മുടെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലും ഗട്ടുകളൊക്കെ സന്ദർശിച്ച് നിങ്ങൾക്ക് വൈകുന്നേരത്തെ ഗംഗാരതി കണ്ടിട്ട് ഇന്ന് തന്നെ പോകുന്നവർക്ക് അങ്ങനെ പോവൊക്കെ ധൃതിപ്പെട്ട് വേണം. അതെ. ഇവിടെ പട്ന സൂപ്പർഫാസ്റ്റ് എടുത്തിരിക്കുകയാണ്. നമ്മൾ വന്ന വണ്ടീനോട് വേട. ഇതിൻ്റെ സ്ലീപ്പർ ക്ലാസ്സാണ്. കുറേ ആൾക്കാർ ഈ ഇത് എടുക്കുന്ന സമയത്ത് ചാടിക്കയറാൻ നോക്കി. എവിടെ ഇതിൻ്റെ അകത്തല്ല ഇപ്പോഴും നല്ല തിരക്കുണ്ട് അത്ര. ഇതിൻ്റെ AC ഒക്കെ അടിപൊളിയാണ്. സ്ലീപ്പർ നിങ്ങൾ ഒഴിവാക്കിയാൽ മതി. ഇവിടെയൊക്കെ വേറെ ഏതൊക്കെയോ വണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ വന്ന കോച്ച് ഈ ഒരു പാൻട്രി കോച്ച് കഴിഞ്ഞ പാടെ തന്നെ ഇതാണ് നമ്മൾ വന്ന കോച്ച്. 36 2024 നിർമ്മിച്ച നമ്മൾ അടിപൊളി കോച്ച്. ഇത് പോയി.
അത് പട്ന റെയിൽവേ സ്റ്റേഷനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇതാ ഇവിടുന്ന് എടുത്തിട്ട് പോയി. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇവിടുന്ന് പുറത്തേക്ക് പോകാം. ഈ വീഡിയോ ഒക്കെ നമുക്ക് പുറത്തെത്തിയ ശേഷം വൈൻഡപ്പ് ചെയ്യാം. വാരണാസി റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള ഒരു കാഴ്ചയാണ്. ഇവിടെ എത്ര ആൾക്കാർ കടന്നുറങ്ങുന്നതാണ്ട. നമ്മളിനിപ്പോൾ ഇവിടെ നേരെ ഈ ഒരു പുറത്തേക്ക് ഇറങ്ങാം. എൻ്റെ അമ്മോ എത്ര ആൾക്കാരാ ഇവിടെയൊക്കെ കടന്നുറങ്ങുന്ന നോക്കിയേ. ഈ ഒരു ഭാഗത്തോട്ട് പോവാം. വാരണാസി റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു മെയിൻ ഭാഗം വരുന്നത് ഇവിടെയാണ്. അവിടെ ഉണ്ടാ ലൈറ്റൊക്കെ മാറി മാറി വരുന്നുണ്ടാ. എന്നാലും ഇപ്പോഴത്തെ സമയമുണ്ട്, അവിടെ ഒരു ക്ലോക്കും ഉണ്ട്. ഇവിടെ ഈ പുറത്ത് തന്നെ കിടക്കുന്ന ആൾക്കാരുണ്ട്. എത്ര ആൾക്കാരല്ലേ. സമയം ഇപ്പം അർദ്ധരാത്രിയാണ്. എല്ലാവരും റൂമിൽ നിന്ന് എടുക്കാനുള്ള പൈസ ഒന്നും ഇല്ലാത്തവർ തന്നെയാണ് ഇവിടെ ഈ നിലത്ത് വന്ന് കിടക്കുന്നവർ. റെയിൽവേ സ്റ്റേഷൻ അടിപൊളിയാണ്, നല്ല ലൈറ്റിംഗ് ആണ്. സെറ്റപ്പ് റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. അനൗൺസ്മെന്റ് ഒക്കെ ഇവിടെ തന്നെ നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നേരെ ഗട്ടിന്റെ ഭാഗത്തേക്ക് പോകണമെങ്കിൽ നേരെ ഈ ഒരു വഴിയാണ്. ഇവിടെയാണ് നമ്മുടെ ഫ്ലാഗ് വരുന്നത്. എറണാകുളത്ത് നിന്ന് തുടങ്ങിയ യാത്ര ഇവിടെ വാരണാസി എത്തിയ സ്ഥിതിക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ പട്ന സൂപ്പർ ഫാസ്റ്റ് അടിപൊളി ഒരു ട്രെയിൻ തന്നെയാണ് കേട്ടോ. ഈ രാവിലെ ചൊവ്വാഴ്ച രാവിലെ 1:45 എത്തുന്ന ആ ഒരു സമയത്തിന്റെ ഒരു വിഷയമല്ലാതെ ബാക്കി, കാരണം ആ സമയത്താണല്ലോ ഓർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു വിഷയം ഒഴിച്ച് ബാക്കി അടിപൊളി വണ്ടിയാണ്. നിങ്ങൾ വരുമ്പം വീണ്ടും റിപ്പീറ്റേഷൻ ചെയ്യുന്നതല്ല, AC എടുക്കുക. സെക്കൻഡ് AC എടുത്താൽ അത്രയും നല്ലത്, കാരണം കംഫർട്ടബിൾ ആണെന്നല്ല മെയിൻ. സ്ലീപ്പറിന്റെ അവസ്ഥ വളരെയധികം ദയനീയമാണ്. അതെ, നല്ല ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അതൊക്കെ നോക്കി നിങ്ങൾക്ക് 2 പാർട്ടുകൾ കണ്ടാൽ ശരിക്കും മനസ്സിലാവും. അതെ, ശരിക്കും പറഞ്ഞാൽ ഈ 11:55 വണ്ടി അവിടെ നിന്ന് എറണാകുളത്ത് എടുക്കുന്നത്. അതൊരു 7 മണിക്കെല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ രാത്രി 9 മണി 10 മണിയാകുമ്പോൾ എത്തിയാനേ അല്ലേ. അത് നമ്മൾ രണ്ടാളും യാത്രക്കിടയിൽ സംസാരിച്ച കാര്യമാണ്. തീർച്ചയായും. അപ്പോൾ എന്താ പറയുക, അടുത്ത ദിവസം വാരണാസിന്റെ കാഴ്ചകളൊക്കെയാണ് വരുന്നത്. അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പം നമുക്ക് മറ്റൊരു മാറ്റത്തിനോട് ബൈ.